ശ്രീനിവാസൻ എന്ന പേരോർത്ത് ഇന്നൊന്ന് വിതുമ്പുകയെങ്കിലും ചെയ്യാത്ത ഒരാളും മലയാളക്കരയിലുണ്ടാകില്ല. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലെ കേരളത്തെ പകർത്തിയെടുത്ത ഏറ്റവും പ്രതിഭാധനനായ മലയാളി എന്ന് വിളിക്കാം ശ്രീനിവാസനെ. ശ്രീനിവാസൻ പ്രവചനാത്മകമായി എഴുതിയ കാര്യങ്ങളാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളെ ഏറ്റവും നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിച്ചതും ശ്രീനിവാസനാണ്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊപ്പം ഒരു ക്യാമറയുമായി യാത്ര ചെയ്യുകയായിരുന്നു ശ്രീനിവാസൻ എന്നും പറയാം. ആ ക്യാമറ മലയാളിക്കൊപ്പം തത്സമയം കുളത്തിൽ ചാടുകയും പുഴയിൽ മീൻ പിടിക്കുകയും ചെയ്തു. പരിഹാസ്യരായി നാം നടന്ന വഴികളിലൊക്കെ അതിവിദഗ്ധമായി ആ ക്യാമറ എത്തി. ജീവിതത്തെക്കുറിച്ച് നാം കണ്ട ഒരിക്കലും നടക്കാത്ത സ്വപ്നങ്ങൾ ആ ക്യാമറയും ഒപ്പം കണ്ടു. ഒപ്പം അഭിനയിക്കുന്ന മഹാപ്രതിഭകളെ വരെ പരിഹാസം കൊണ്ട് മൂടി. ചിലർ പിണങ്ങി നടന്നപ്പോ മറ്റു ചിലർ അതോർത്ത് അഭിമാനം കൊണ്ടു. ശ്രീനിവാസന്റെ കണ്ണുകൾ പതിഞ്ഞ ഇടങ്ങളിലെല്ലാം ഒരു തിരക്കഥയുണ്ടായിരുന്നു. അത്ര സ്വാഭാവികമെന്ന് മറ്റുള്ളവർ കരുതിയിരുന്ന കാര്യങ്ങളിൽ നിന്ന് അസ്വാഭാവികമായ തിരക്കഥകൾ പിറന്നു. എഴുതിയ ഒട്ടുമിക്ക സിനിമകളിലും ശ്രീനിവാസൻ സ്വയം ഒരു വേഷം കൂടി കണ്ടെത്തിയിരുന്നു. കഥ എഴുതുന്നതിന് മാത്രമല്ല, അഭിനയിക്കാനും കൂടി അതിൽ നിന്നും കാശ് വാങ്ങാമല്ലോ എന്ന് സ്വയം പരിഹസിച്ചു. മലയാളിയെ ജീവിക്കാൻ പഠിപ്പിച്ചാണ് ശ്രീനിവാസൻ ഇപ്പോ മടങ്ങുന്നത്. കഴിഞ്ഞ 1 പതിറ്റാണ്ട് വല്ലാതെ കഷ്ടപ്പെടുത്തിയ ആ രോഗങ്ങൾ കുറഞ്ഞത് 1 ഡസൻ സിനിമകളുടെയെങ്കിലും വഴിമുടക്കി. ഇനിയും വന്നേക്കാവുന്ന ഡസൻ കണക്കിന് സിനിമകളും നമുക്ക് നഷ്ടമായി. ഏതു മരണവും നഷ്ടമുണ്ടാക്കും. പക്ഷേ ശ്രീനിവാസന്റെ വിയോഗം വലിയ 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 നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ഇനി ശ്രീനി ഇല്ലാത്ത കേരളം. നരേന്ദ്രൻ മകൻ ജയകാന്തൻ മക എന്ന സിനിമയിൽ ഗ്രാമത്തിലെ എല്ലാവരും കമ്പ്യൂട്ടർ പഠിക്കുന്ന ഒരു രംഗമുണ്ട്. ഇനി ചെത്താൻ പോകുന്ന കള്ളിന്റെ കണക്ക് വരെ കൃത്യമായി അവൻ എഴുതുമെന്നാണ് കമ്പ്യൂട്ടറിനെ കുറിച്ച് പറയുന്നത്. കമ്പ്യൂട്ടർ സാധാരണക്കാരിലേക്ക് എത്തിത്തുടങ്ങിയപ്പോൾ ശ്രീനിവാസൻ കണ്ടെത്തിയ നർമ്മമാണ് വയോജനങ്ങൾക്കുള്ള കമ്പ്യൂട്ടർ പഠന ക്ലാസ്. ഇപ്പോ AI-യുടെ കാലമാണ്. AI-യെ കുറിച്ച് ഒന്നും എഴുതാതെയാണ് ശ്രീനിവാസൻ മടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ അദ്ദേഹം രോഗക്കിടക്കയിലായിരുന്നു. എഴുതിയിരുന്നു എങ്കിൽ ഉറപ്പായിട്ടും AI ഒരു വിഷയമായി കടന്നു വരികയും ചെയ്യുമായിരുന്നു. ലിവിംഗ് ടുഗദർ വലിയ സംഭവമായി മലയാളി കാണാൻ തുടങ്ങുന്നതിന് മുൻപാണ് ശ്രീനിവാസൻ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്നത്. ഏറ്റവും നിഷ്കളങ്കമായി ഒരു പുരുഷനും സ്ത്രീക്കും ഒന്നിച്ചു താമസിക്കാൻ കഴിയുമെന്ന് കാണിച്ചു തന്ന സിനിമയായിരുന്നു യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. സദാചാര പോലീസിംഗ് ഇല്ലാതെ ഒന്നിച്ചു താമസിക്കുന്ന സ്ത്രീ പുരുഷന്മാരെ നോക്കിക്കാണുന്ന ആ സിനിമ പുതിയ തലമുറയ്ക്ക് വേണ്ടി 2 പതിറ്റാണ്ട് മുൻപ് ശ്രീനിവാസൻ എഴുതിയതാണ്. ഓടരുതമ്മാവ ആളറിയാം എന്ന പ്രിയദർശൻ സിനിമയിൽ അഭിനയിക്കാൻ തിരുവനന്തപുരത്തേക്ക് എത്തിയതാണ് ശ്രീനിവാസൻ. പ്രിയദർശൻ ശ്രീനിവാസനെ കൊണ്ട് ആ സിനിമയുടെ തിരക്കഥ എഴുതിക്കുകയായിരുന്നു. ഗൗരവമുള്ള സിനിമകളിൽ ഭാസിയും ബഹദൂറും വന്ന് ചിരിപ്പിച്ചു പോകുന്നതായിരുന്നു അതുവരെ മലയാളത്തിലെ കോമഡികൾ. എന്നാൽ ചിരിക്ക് വേണ്ടി മാത്രമുണ്ടായ ഒരു ചിത്രമായിരുന്നു ഓടരുതമ്മാവ ആളറിയാം. അരം അരം കിന്നരം, ബോയിങ് ബോയിങ്, പുന്നാരം ചൊല്ലി ചൊല്ലി, മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു, ഹലോ മൈ ഡിയർ റോങ് നമ്പർ, മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു. ഇങ്ങനെ പ്രിയദർശന് വേണ്ടി പിന്നീടുള്ള വർഷങ്ങളിൽ എത്രയെത്ര തിരക്കഥകളാണ് പിറന്നത്. ആ എല്ലാ സിനിമകൾക്കും ഒരു ദൗത്യമേ ഉണ്ടായിരുന്നുള്ളൂ: തിയേറ്ററിൽ എത്തുന്നവരെ ചിരിപ്പിച്ച് മടക്കി അയക്കുക. ശ്രീനിവാസന്റെ സിനിമകൾക്ക് കഥയല്ല, ഒരു സന്ദേശമാണ് ഉണ്ടാവുക എന്ന് പറയാറുണ്ട്. സന്ദേശ സിനിമയുടെ കാര്യത്തിൽ അത് വലിയ അർത്ഥത്തിൽ ശരിയാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സന്ദേശം പറയാനില്ലാത്ത ഒരു ശ്രീനിവാസൻ സിനിമയും ഉണ്ടായിരുന്നില്ല. വടക്ക് നോക്കി യന്ത്രം സിനിമ വരുമ്പോൾ ഇറങ്ങിയ ഒരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നു: ലോക സിനിമാ ചരിത്രത്തിൽ ആദ്യമായി തളത്തിൽ ദിനേശൻ അഭ്രപാളികളിലേക്ക് എന്നായിരുന്നു ആ വിശേഷണം. തളത്തിൽ ദിനേശൻ ഇന്നും ജീവിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് മലയാളികളിൽ ഒരാളാണ്. എത്ര പുരോഗമന ചട്ടയെടുത്തണിഞ്ഞാലും പങ്കാളിയെ സംശയത്തോടെ കാണുന്ന മലയാളി പുരുഷന്റെ പ്രതിരൂപം. എവിടേക്ക് തിരിച്ചു വച്ചാലും ഒരു വടക്ക് നോക്കി യന്ത്രം പോലെ ആ കണ്ണുകൾ കറങ്ങിത്തിരിഞ്ഞ് സംശയത്തിന്റെ ദിശയിൽ മാത്രം നോക്കാൻ തുടങ്ങും. അതിന്റെ തുടർച്ചയായിരുന്നു ചിന്താവിഷ്ടയായ ശ്യാമള. ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടാനായി ആത്മീയതയെയും രാഷ്ട്രീയത്തെയും ഒക്കെയും കൂട്ടുപിടിക്കുന്ന മലയാളിയെയാണ് നമ്മൾ അതിൽ കണ്ടത്. മച്ചകത്തമ്മയെ കാൽ തൊട്ട് വന്ദിച്ച് അവസാനമില്ലാത്ത യാത്ര തുടരുന്ന മലയാളിയെയാണ് ആ സിനിമ നമുക്ക് കാണിച്ചു തന്നത്. വടക്കു നോക്കി യന്ത്രത്തിലും ചിന്താവിഷ്ടയായ ശ്യാമളയിലും ശ്രീനിവാസൻ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾക്ക് തിരുത്തൽ മാത്രം സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അവസാന സീനിലും അവർ തുടക്കം മുതൽ ചെയ്തിരുന്നു തന്നെ ചെയ്യുകയാണ്. ഇതാണ് ശരിക്കുള്ള മലയാളി ജീവിതവും. എത്രയൊക്കെ തിരുത്താൻ ശ്രമിച്ചാലും കറങ്ങിത്തിരിഞ്ഞ് പഴയ പണി തന്നെ ചെയ്യുന്ന മലയാളിയെയാണ് ഈ സിനിമകൾ കാണിച്ചു തന്നത്.
തലയണ മന്ത്രം എന്ന സത്യനന്ദിക്കാട് സിനിമ വരുന്നത് വടക്കു നോക്കി യന്ത്രം ഇറങ്ങി 1 വർഷത്തിനു ശേഷമാണ്. വടക്കു നോക്കി യന്ത്രത്തിൽ പുരുഷനാണ് പരിഹാസ്യനാകുന്നതെങ്കിൽ തലയണ മന്ത്രത്തിൽ സ്ത്രീയാണ്. ഏറ്റവും സ്ത്രീവിരുദ്ധമായ കാഴ്ചപ്പാട് കൊണ്ടു നടക്കുന്ന സിനിമ എന്ന് വിളിക്കാം നമുക്ക് തലയണ മന്ത്രത്തെ. പുരുഷന്റെ നാശത്തിന് കാരണമാകുന്ന സ്ത്രീയുടെ ആഡംബര ഭ്രമമായിരുന്നു ആ സിനിമയുടെ വിഷയം. ആ സിനിമ അവസാനിക്കുന്നത് പോലും നായകനായ ശ്രീനിവാസൻ കരുകരുത്തനായി മാറി നായികയായ ഉർവശിയെ ശകാരിച്ച് ഉപദേശിക്കുന്നതിലൂടെയാണ്. നന്മ നിറഞ്ഞ മനസ്സുമായി വീട്ടിലേക്ക് കയറാം എന്ന ആ ഉപദേശം ഇന്നാണെങ്കിൽ ഏറ്റവും സ്ത്രീവിരുദ്ധമായി ചിത്രീകരിക്കപ്പെടുമായിരുന്നു. അങ്ങനെ കുടുംബം മുടിക്കുന്ന സ്ത്രീകൾ സമൂഹത്തിലുണ്ട് എന്ന് കാണാതെ പോകരുത് എന്നൊന്നും ശ്രീനിവാസൻ ആ സിനിമയെക്കുറിച്ച് എവിടെയും പറഞ്ഞിട്ടുമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് സിനിമയ്ക്കൊരു കഥ വേണമല്ലോ, ആ കഥ അങ്ങനെയായി പോയെന്നാണ്. അതിൽ കുറ്റബോധത്തിന്റെ ലാഞ്ചനയൊന്നും ഒരിടത്തും ഉണ്ടായിരുന്നുമില്ല. ഇന്ന് ബാധകമായിരിക്കുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒന്നും ശ്രീനിവാസന്റെ വിഷയമായിരുന്നില്ല. സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും അത്തരം രാഷ്ട്രീയ ശരികളെ കുറിച്ചോർത്ത് കുണ്ഠിതപ്പെടുന്നയാളായിരുന്നില്ല ശ്രീനിവാസൻ. സന്ദേശം പോലൊരു സിനിമ ഇറങ്ങിയ കാലം തന്നെ നോക്കൂ. അത് വർഷം 1991. ഇപ്പോ 34 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആ സിനിമയിലെ ഓരോ രംഗവും 2025 തിരഞ്ഞെടുപ്പ് സമയത്ത് ഫലം വന്നപ്പോൾ പോലും നമ്മൾ ഉപയോഗിക്കപ്പെട്ടതാണ്. ശങ്കരാടിയും ശ്രീനിവാസനും ജയറാമും ഒക്കെ ചെയ്ത കഥാപാത്രങ്ങൾ ഇന്നും നമുക്ക് ചുറ്റും കണ്ടെടുക്കാൻ കഴിയും. സന്ദേശം ഇറങ്ങിയ വർഷം 1991. കേരളത്തിൽ അന്ന് BJP ഒരു വലിയ കക്ഷിയേ അല്ല. അതുകൊണ്ട് LDF UDF മാത്രമാണ് പ്രതിനിധീകരിക്കുന്നത്. അതിൽ BJP ഇല്ല. ഇതേക്കുറിച്ചൊരു സംശയം ഉയർന്നപ്പോൾ സിനിമാക്കാരുടെ ഇടയിൽ പ്രചരിച്ചൊരു നർമ്മം ഇങ്ങനെയായിരുന്നു: സിദ്ദിഖ് അവതരിപ്പിക്കുന്ന കൃഷി ഓഫീസർ റിട്ടയർ ആയാൽ ഒരുപക്ഷെ BJP ആകുമെന്ന്. അതുവരെ കാത്തിരിക്കാനായിരുന്നു ആ നർമ്മം. ശ്രീനിവാസൻ പറഞ്ഞതിനെ കുറിച്ച് മാത്രമല്ല, പറയാത്തതിനെ കുറിച്ചും ഇങ്ങനെ അനേകം കഥകളും ഉപകഥകളും ഒക്കെയും ഉണ്ടായിരുന്നു. വരവേൽപ്പ് സിനിമ പ്രധാനമന്ത്രിയായിരുന്ന AB വാജ്പേയിയുടെ പ്രസംഗത്തിൽ പോലും ഇടം പിടിച്ചതാണ്. നാടോടിക്കാറ്റും പട്ടണപ്രവേശവും അക്കരെയും മാത്രമല്ല ശ്രീനിവാസൻ. അത് കഥകളുടെ ഒരു മഹാസാഗരമായിരുന്നു. അതേ കഥാപാത്രങ്ങളെ വച്ച് തന്നെ ഇനിയും പരമ്പരകൾ ഉണ്ടാക്കാൻ ശ്രീനിവാസന് കഴിയുമായിരുന്നു. വെബ് സീരീസുകളുടെ കാലത്ത് ബോറടിപ്പിക്കാതെ എത്ര നേരവും കഥ പറയാൻ കഴിയുന്ന മഹാപ്രതിഭകളെയാണ് ലോകത്തിന് ആവശ്യം. അങ്ങനെ ഒരു മഹാപ്രതിഭയാണ് ഇപ്പോൾ വിടവാങ്ങിയത്. ലാൽ ജോസിന്റെ ഒരു മറവത്തൂർ കനവ് പോലെയുള്ള സിനിമയ്ക്കെഴുതിയ തിരക്കഥ എത്ര കെട്ടുറപ്പുള്ളതായിരുന്നു. നർമ്മത്തിൽ നിന്ന് സഗൗരവം കഥ പറയുന്ന ട്രാക്കിലേക്ക് മാറുന്നത് ആ സിനിമയുടെ മാത്രം പ്രത്യേകതയായിരുന്നില്ല. സന്മനസ്സുള്ളവർക്ക് സമാധാനവും, TP ബാലഗോപാൽ MAയും ശ്രീധരന്റെ 1-ാം തിരുമുറിവും, വെള്ളാനകളുടെ നാടും, പാവം പാവം രാജകുമാരനും ഒക്കെയും ഓരോ സന്ദേശങ്ങൾ സമൂഹത്തിന് നൽകിക്കൊണ്ടേയിരുന്നു. വിദ്യാരംഭം പോലുള്ള ജയരാജ് സിനിമയ്ക്ക് മാത്രമല്ല, ചമ്പക്കുളം തച്ചൻ പോലുള്ള കമൽ സിനിമയ്ക്കും കഥ എഴുതിയത് ശ്രീനിവാസനാണെന്ന് നമുക്ക് അത്ഭുതത്തോടെ ഓർക്കാം. ശ്രീനിവാസന്റെ പേന കടന്നു പോകാത്ത ജീവിതാവസ്ഥകൾ മലയാളിക്കുണ്ടായിരുന്നില്ല. ശ്രീനിവാസൻ എഴുതിയ വഴിയിലൂടെയാണോ മലയാളി സഞ്ചരിക്കുന്നത് എന്ന് പോലും തോന്നിപ്പിക്കുന്ന വിധത്തിൽ യഥാർത്ഥമായിരുന്നു ആ തിരക്കഥകൾ. ഒറിജിനൽ എന്ന് പറഞ്ഞാൽ പവൻമാറ്റ് ഒറിജിനൽ. ശ്രീനിവാസൻ എഴുതിയ മുഴുവൻ വരികളും പകർത്തെടുത്തായിരുന്നു. അത് പകർത്തിയത് മലയാളി ജീവിതത്തിൽ നിന്നാണ്. ആ മഹാപ്രതിഭയ്ക്ക് ആദരമർപ്പിച്ച് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. ഇനി മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ